വെൽക്കം ബാക്ക് ടു എവ്രിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള 5ാമത്തെ ലെസനാണ് കേട്ടോ. ഇതിന് മുൻപത്തെ 4 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഓർത്തിരിപ്പുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നതും അത് പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലേ നമ്മൾ വിചാരിച്ചൊരു പ്രോഗ്രസ് ഇംഗ്ലീഷിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡിഡ് എന്ന് പറഞ്ഞ വാക്ക് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ഈ ഡിഡ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുമ്പോഴാണ്. അതായത് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഡിഡിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് ടെൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മലയാളത്തിലെ ഭൂതകാലം എന്ന് പറയുമല്ലോ, അത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്ന ഈ മലയാളത്തിലുള്ള സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കൂ. ഞാൻ അനുവിനെ ഇന്നലെ സന്ദർശിച്ചു. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണെന്ന് ഉറപ്പാണല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നലെ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ ഞാൻ ചെയ്തത്? സന്ദർശിച്ചു. അപ്പോൾ സന്ദർശിക്കുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന വാക്ക് വിസിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം, ഇംഗ്ലീഷിൽ ഏത് വേർബ് എടുത്താലും, പ്രവൃത്തിയെ കാണിക്കുന്ന ഏത് വാക്ക് എടുത്താലും അതിന് 3 രൂപങ്ങളുണ്ടാവും. അപ്പോൾ വിസിറ്റ് എന്ന് പറഞ്ഞ ഈ വേർബിനും 3 ഫോംസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ലെസണിൽ നമുക്ക് ആദ്യത്തെ 2 ഫോംസിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് 3ാമത്തെ ഫോം ഞാനിന്ന് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വേർബിൻ്റെ ആദ്യത്തെ ഫോം വിസിറ്റ് ആണ്. അതിന് നമ്മൾ ബേസ് ഫോം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ രൂപം എന്ന് പറയും. അടുത്തത് വിസിറ്റഡ്, അതിന് നമ്മൾ പറയുന്നത് പാസ്റ്റ് ഫോം എന്നാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ, പാസ്റ്റിനെ കുറിച്ച് പറയാൻ നമുക്ക് 2ാമത്തെ ഫോമാണ് ആവശ്യം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യം വരാൻ പോകുന്നത് ആ ഫോമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്താണ്? ഞാൻ അനുവിനെ ഇന്നലെ സന്ദർശിച്ചു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ വിസിറ്റഡ് അനു യെസ്റ്റർഡേ. കണ്ടോ, ഞാൻ വിസിറ്റഡ് എന്നുള്ള രൂപമാണ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ കഴിഞ്ഞയാഴ്ച ഫുട്ബോൾ കളിച്ചു. അപ്പോൾ കളിക്കുക എന്നുള്ളതിന് പ്ലേ എന്നുള്ളതാണ് വാക്ക്. അപ്പോൾ പ്ലേ ആണ് ബേസ് ഫോം. പാസ്റ്റ് ഫോം എന്താണ്? പ്ലേഡ്. 2ാമത്തെ ഫോം പ്ലേഡ്. അപ്പോൾ എങ്ങനെയാണ് ആ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയുക? ഹീ പ്ലേഡ് ഫുട്ബോൾ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച എന്നുള്ളതിനാണ് ഞാൻ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് നോക്കാം. അവൾ എന്നെ വിളിച്ചു. അപ്പോൾ വിളിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് കോൾ ആണ്. അപ്പോൾ അതാണ് ബേസ് ഫോം. പാസ്റ്റ് ഫോം എന്താണ്? കോൾഡ്. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അവൾ എന്നെ വിളിച്ചു എന്ത് പറയും? ഷീ കോൾഡ് മീ. ആദ്യം ഷീ, അത് കഴിഞ്ഞ് എന്താ ചെയ്തത്? കോൾഡ്. ആരെ വിളിച്ചത്? എന്നെ. അതിനാണ് നമ്മൾ മീ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഷീ കോൾഡ് ഐ എന്ന് പറയില്ല കേട്ടോ, ഷീ കോൾഡ് മീ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട 3 സെൻറ്റൻസസ് ഞാനിവിടെ നിന്ന് അടുപ്പിച്ച് എഴുതുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കൂ. ഐ വിസിറ്റഡ്, ഹീ പ്ലേഡ്, ഷീ കോൾഡ്. അപ്പോൾ അവിടെ എല്ലാം വേർബ് കണ്ടല്ലോ, അതിൻ്റെ എല്ലാം കൂടെ ഞാൻ ED എന്നുള്ളത് ചേർത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നും. ഞാൻ ഈ ലെസൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെന്ന്. പക്ഷേ ഈ സെൻറ്റൻസസിലൊന്നും ഡിഡ് ഇല്ലല്ലോ. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഇവിടെ ഒന്നും നമ്മൾ ഡിഡിനെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പക്ഷേ ആ വേർബ് എല്ലാം ഒന്ന് നോക്കൂ. വിസിറ്റഡ്, പ്ലേഡ്, കോൾഡ്, ഇവിടെ എല്ലാം ഡിഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഡിഡ് വരാത്തതിനൊരു കാരണമുണ്ട്. ഈ സെൻറ്റൻസസിലെല്ലാം നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നാണ്, അല്ലേ? അപ്പോൾ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പ്രവൃത്തി നടന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെയുള്ള സെൻറ്റൻസസിൽ നമ്മൾ ഡിഡ് എന്ന് പറയില്ല, പക്ഷേ വേർബിൻ്റെ കൂടെ ED ചേർക്കും. പക്ഷേ ഇംഗ്ലീഷിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ വേർബിനും ഇതുപോലെ ED ചേർക്കുമോ? ചേർത്തിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, എല്ലാ വേർബും ഇതുപോലെ അല്ല. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി എനിക്ക് പറയേണ്ടത് ഞങ്ങൾ ഊണ് കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർബ് ഈറ്റ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ പാസ്റ്റ് ഫോം ഈറ്റഡ് അല്ല. ഇതാണ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത. കൃത്യമായിട്ടൊരു റൂളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല സമയത്തും പല റൂൾസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വി എയ്റ്റ് ലഞ്ച്. ഊണ് എന്നുള്ളതിന് ലഞ്ച്. അപ്പോൾ വി എയ്റ്റ് ലഞ്ച്. പക്ഷേ ഒരു കാര്യം, ഈ ഊണ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഉള്ളതിന് ഈറ്റ് എന്നുള്ളത് പോലെ തന്നെ നമുക്ക് ഹാവ് എന്ന വേർബും ഉപയോഗിക്കാം. അപ്പോൾ ഹാവ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഫോം എന്താണ് നമ്മൾ അറിയണം. ഹാവിൻ്റെ പാസ്റ്റ് ഫോം ഹാഡ് ആണ്. എന്നാലല്ലേ കഴിച്ചു എന്ന് വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? വി ഹാഡ് ലഞ്ച്. ആദ്യം പറഞ്ഞു വി എയ്റ്റ് ലഞ്ച്, അത് ശരിയാണ്.
വി ഹാഡ് ലഞ്ച് എന്നും പറയാം. അടുത്തത്, അവർ നേരത്തെ ഉറങ്ങി. അപ്പോൾ ഉറങ്ങുക എന്നുള്ളതാണ് വേർബ്, സ്ലീപ്പ്. അതിൻ്റെ പാസ്റ്റ് ഫോം സ്ലീപ്ഡ് അല്ല, സ്ലെപ്റ്റ് ആണ്. അപ്പോൾ എന്ത് പറയും? ദേ സ്ലെപ്റ്റ് ഏർലി. നേരത്തെ എന്നുള്ളതിന് ഏർലി എന്ന് പറയാം. ദേ സ്ലെപ്റ്റ് ഏർലി. ഇനി അടുത്തത്, അവൻ ഇന്നലെ വന്നു. അപ്പോൾ വരിക എന്നുള്ളതിന് കം എന്നാണ് പറയുക. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പാസ്റ്റ് ഫോമിന് ഇവിടെ ഇ ഡി ചേർത്താൽ പോരാ, കെയിം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഹീ കെയിം യെസ്റ്റർഡേ. അവൻ ഇന്നലെ വന്നു. അപ്പോൾ ഇതോ, റീന ഹോംവർക്ക് ചെയ്തു. അപ്പോൾ ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഡു എന്നാണ് പറയുക. ചെയ്തു എന്നുള്ളതിനോ ഇ ഡി ചേർക്കുകയല്ല വേണ്ടത്, ഡിഡ് എന്ന് പറയണം. അപ്പോൾ സെൻറ്റൻസ് എന്താവും ഇംഗ്ലീഷിൽ? റീന ഡിഡ് ദ ഹോംവർക്ക്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ കണ്ട വാക്ക് ഡിഡ് എന്നതായിരുന്നു. പക്ഷേ ഡിഡിനെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പക്ഷെ അതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആദ്യം കണ്ട വേർബ്സിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഇ ഡി ചേർക്കുക ചെയ്തത് അല്ലേ? അപ്പോൾ അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. കണ്ടോ, വിസിറ്റഡ്, പ്ലേഡ്, കോൾഡ്, ക്രൈഡ്, പെയിൻറ്റഡ്, ഇവിടെ എല്ലാം നമ്മൾ ഇ ഡി ചേർത്തു. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇങ്ങനെയുള്ള വേർബ്സിൻ്റെ കാര്യത്തിലൊക്കെ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്നതെന്ന്. ഇ ഡി ചേർത്താൽ മതി. അപ്പോൾ ഇവർ നമ്മൾ ഒരു പേര് വിളിക്കും റെഗുലർ വേർബ്സ് എന്ന്. വെറുതെ ആ പേരൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത്, നമ്മൾ വേറെ കുറച്ച് വേർബ്സിനെ കണ്ടിരുന്നില്ലേ? അതിൻ്റെ കാര്യത്തിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്തത് ഇ ഡി ചേർത്തിട്ടല്ല അല്ലേ? നമുക്കവിടെ വേറൊരു വാക്ക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വാക്കുകളെയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, ഈറ്റ്, എയ്റ്റ്, ഡ്രിങ്ക്, ഡ്രാങ്ക്, സ്ലീപ്പ്, സ്ലെപ്റ്റ്. അതുപോലെ ഹാവ് എന്നുള്ളത് ഹാഡായി, ഡു എന്നുള്ളത് ഡിഡായി. അപ്പോൾ ഇങ്ങനെയുള്ള വേർബ്സിന് നമ്മൾ ഇറെഗുലർ വേർബ്സ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇറെഗുലർ എന്ന് പറയുന്നത്? അവർക്ക് അങ്ങനെ കൃത്യം ഒരു പാറ്റേൺ ഇല്ല. ഇ ഡി ചേർക്കുകയല്ലല്ലോ അവിടെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഓരോ വേർബിൻ്റെ കാര്യത്തിലും ഓരോ തരത്തിലാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്തത് അല്ലേ? അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വന്ന വേർബിനെ കണ്ടോ, ഡു എന്നുള്ളത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഡിഡ് ആണല്ലേ? അപ്പോൾ അതും പ്രവൃത്തി കാണിക്കുന്നൊരു വാക്ക് തന്നെയാണ്. ഈറ്റ്, ഡ്രിങ്ക് ഒക്കെ പോലെ തന്നെ ഡു, ചെയ്യുക എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ഡിഡായി. പക്ഷേ ഈ ഡിഡ് എന്ന് പറയുന്നത് മറ്റ് വേർബുകളെ പോലെ ഒരു പ്രവൃത്തിയെ കാണിക്കുന്നൊരു വാക്ക് മാത്രമല്ല, അതിന് പ്രത്യേകിച്ച് ചില കഴിവുകളുണ്ട്. ഒരു സൂപ്പർ പവറുള്ള വേർബാണ് ഡിഡ്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലെസൺ തന്നെ ഡിഡിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഡിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട്, അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അത് അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയാൻ, അതായത് നെഗറ്റീവ് ആക്കാൻ. രണ്ടാമത്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളപ്പോൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് പാസ്റ്റിൽ നടന്നൊരു കാര്യം നെഗറ്റീവ് ആക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ അനുവിനെ ഇന്നലെ സന്ദർശിച്ചു. അതിൻ്റെ സെൻറ്റൻസ് എന്തായിരുന്നു ഇംഗ്ലീഷിൽ? ഐ വിസിറ്റഡ് അനു യെസ്റ്റർഡേ. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ അനുവിനെ ഇന്നലെ സന്ദർശിച്ചില്ല എന്നാണ്. അപ്പോൾ സന്ദർശിച്ചു എന്നുള്ളത് മാറ്റി സന്ദർശിച്ചില്ല എന്നാക്കണമെങ്കിൽ എനിക്ക് തീർച്ചയായും നോട്ട് എന്ന വാക്കിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. ഇവിടെയാണ് നമുക്ക് ഡിഡിൻ്റെയും കൂടെ സഹായം വേണ്ടി വരുന്നത്. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഐ ഡിഡ് നോട്ട് വിസിറ്റ് അനു യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം എന്താണ്? സന്ദർശിച്ചു എന്ന് പറയാൻ ഞാൻ വിസിറ്റഡ് എന്ന് പറഞ്ഞു. സന്ദർശിച്ചില്ല എന്ന് പറയാൻ ആ വിസിറ്റഡ് എന്നുള്ളതിൽ ഇ ഡി മാറ്റി പകരം ഞാൻ ഡിഡ് നോട്ട് ആദ്യം ചേർത്തു. അപ്പോൾ എന്താ കിട്ടിയത്? ഐ ഡിഡ് നോട്ട് വിസിറ്റ് അനു യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ വിസിറ്റ് എന്നുള്ള ബേസ് ഫോമാണ് ഉപയോഗിച്ചത്. എന്താ കാരണം? ഞാൻ ആദ്യം ഡിഡ് നോട്ട് എന്ന് പറഞ്ഞു അല്ലേ? അതിൽ ഡിഡ് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വിസിറ്റഡ് എന്ന് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഡിഡ് നോട്ട് വന്നതിന് ശേഷം ഞാൻ വിസിറ്റിൻ്റെ ബേസ് ഫോം, അതായത് ഇ ഡി ഇല്ലാത്ത ഫോമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുരുക്കി ഷോർട്ടൻ ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ എന്താവും? ഐ ഡിഡ് നോട്ട് വിസിറ്റ് എന്നുള്ളത് ഐ ഡിഡൻറ്റ് വിസിറ്റ് എന്നാവും. ഐ ഡിഡൻറ്റ് വിസിറ്റ് അനു യെസ്റ്റർഡേ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അവൾ എന്നെ വിളിച്ചു. നമുക്കറിയാം എങ്ങനെ പറയണമെന്ന്. ഷീ കോൾഡ് മീ. ഇനി പറയേണ്ടത് അവൾ എന്നെ വിളിച്ചില്ല. എന്താ പറയുക? ഷീ ഡിഡ് നോട്ട് കോൾ മീ. ശ്രദ്ധിക്കണം, ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് ബേസ് ഫോം. ഷീ ഡിഡ് നോട്ട് കോൾ മീ. അത് നമുക്ക് ചെറുതാക്കി ഷീ ഡിഡൻറ്റ് കോൾ മീ എന്നും പറയാം. ഇനി അടുത്തത്, അവൻ ഫുട്ബോൾ കളിച്ചു. എന്താ പറയുക? ഹീ പ്ലേഡ് ഫുട്ബോൾ. ഇനി പറയേണ്ടത് അവൻ ഫുട്ബോൾ കളിച്ചില്ല എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് ആ വേർബിൻ്റെ പ്ലേഡിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം. അപ്പോൾ എന്താവും? ഹി ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ.
അതായത് ഹി ഡിഡിൻറ്റ് പ്ലേ ഫുട്ബോൾ. ഇനി നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. ഞങ്ങൾ ഊണ് കഴിച്ചു. അതിനെന്താ പറയുക? വി എയ്റ്റ് ലഞ്ച്. ഓർമ്മയുണ്ടല്ലോ, ഇതൊരു ഇറെഗുലർ വേർബാണ്. ഈറ്റഡ് എന്നല്ലല്ലോ, എയ്റ്റ് എന്നല്ലേ പറഞ്ഞേ. ഇനി എനിക്ക് പറയേണ്ടത് ഞങ്ങൾ ഊണ് കഴിച്ചില്ല എന്നാണ് കേട്ടോ. അപ്പോൾ മറന്നു പോരുത്, ഈറ്റാണ് ബേസ് ഫോം, അതിൻ്റെ പാസ്റ്റ് ഫോം ആയിരുന്നു എയ്റ്റ്. നമുക്കിവിടെ ഡിഡിൻറ്റ് ഉപയോഗിക്കണം അല്ലേ. അപ്പോൾ എന്താവും? വി ഡിഡിൻറ്റ്. ഇനി എന്താ ഉപയോഗിക്കുക? ബേസ് ഫോം. വി ഡിഡിൻറ്റ് ഈറ്റ് ലഞ്ച്. ഇതേ കാര്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ, വി ഹാഡ് ലഞ്ച്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മറന്നു പോരുത് കേട്ടോ, ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. ഇതിൻ്റെ ബേസ് ഫോം എന്തായിരുന്നു? ഹാവ്. അതാണ് നമുക്കിവിടെ ആവശ്യം. നമ്മൾ പറയാൻ പോകുന്നത് ഞങ്ങൾ ഊണ് കഴിച്ചില്ല എന്നാണ്. ഇത് പറയും വി ഡിഡിൻറ്റ് ബേസ് ഫോം ഉപയോഗിക്കുക. വി ഡിഡിൻറ്റ് ഹാവ് ലഞ്ച്. അപ്പോൾ ഈ സെൻറ്റൻസോ, അവൻ ഇന്നലെ വന്നു. ഹീ കെയിം യെസ്റ്റർഡേ. അപ്പോൾ ഇവിടുത്തെ വേർബ് കെയിം ആണല്ലോ, വന്നു എന്നുള്ളതിന്. ഇതിൻ്റെ ബേസ് ഫോം എന്താണ്? കം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അവൻ ഇന്നലെ വന്നില്ല എന്നാണ്. അപ്പോൾ എന്ത് പറയും? ഹീ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ. കണ്ടോ, അവൻ ഇന്നലെ വന്നില്ല. ഹീ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ. ഇനി അടുത്ത സെൻറ്റൻസും നമ്മൾ നേരത്തെ കണ്ടതാണ്. റീന ഹോംവർക്ക് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞേ? റീന ഡിഡ് ദ ഹോംവർക്ക് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വേർബ് ഏതായിരുന്നു? ചെയ്തു എന്ന് പറയാൻ നമ്മൾ ഡിഡ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ബേസ് ഫോം എന്താണ്? ഡു. ഡു ആണ് പാസ്റ്റ് ടെൻസിൽ ഡിഡായി മാറിയത് അല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇങ്ങനെയാണ് പറയേണ്ടത്, റീന ഹോംവർക്ക് ചെയ്തില്ല. അപ്പോൾ ചെയ്തില്ല എന്ന് പറയാൻ നമുക്ക് ഡിഡിൻറ്റിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ സെൻറ്റൻസ് എന്താവും? റീന ഡിഡിൻറ്റ്. ഇനി എന്താണ് വേർബിൻ്റെ ബേസ് ഫോം? ഡു. റീന ഡിഡിൻറ്റ് ഡു ദ ഹോംവർക്ക്. കണ്ടു, ഈ സെൻറ്റൻസിൽ നമ്മൾ ഡിഡിൻറ്റ് എന്നും കണ്ടു, അത് കഴിഞ്ഞിട്ട് ഡു എന്നുള്ള വേർബും കണ്ടു. കാരണം ഇവിടെ നടക്കുന്ന പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ഡു ആണ്. പക്ഷെ അത് ചെയ്തില്ല എന്നാക്കാൻ ഞാൻ ഡിഡിൻറ്റ് ഡു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഈ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് ഞാനൊന്ന് എഴുതി കാണിക്കുക കേട്ടോ, ഒരുമിച്ച് ഒന്ന് ശ്രദ്ധിക്കൂ. ഐ ഡിഡിൻറ്റ് വിസിറ്റ്, ഷീ ഡിഡിൻറ്റ് കോൾ, ഹീ ഡിഡിൻറ്റ് പ്ലേ, വി ഡിഡിൻറ്റ് ഈറ്റ്, റീന ഡിഡിൻറ്റ് ഡു. കണ്ടു, ഇവിടെ പ്രവൃത്തികളെല്ലാം പലതാണ്. കോൾ, വിസിറ്റ്, പ്ലേ, ഈറ്റ്, ഡു, അങ്ങനെ പല പല പ്രവൃത്തികൾ മാറി മാറി വന്നു. പക്ഷേ ഇതെല്ലാം ചെയ്തില്ല എന്ന് പറയാൻ ഞാൻ ഡിഡ് നോട്ട് എന്ന ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ആ ഡിഡ് നോട്ടിലുള്ള ഡിഡ് ഉണ്ടല്ലോ, അത് ബാക്കിയുള്ള എല്ലാ വേർബുകളെയും സഹായിക്കാൻ വേണ്ടി വന്ന ഡിഡാണ്. അപ്പോൾ അവസാനത്തെ സെൻറ്റൻസ് നോക്കൂ, റീന ഡിഡിൻറ്റ് ഡു. ആ ഡു എന്നുള്ളത് ശരിക്കുള്ള പ്രവൃത്തിയും അതിൽ ഡിഡിൻറ്റ് എന്നുള്ളതിൽ ഡിഡ് സഹായിക്കാൻ വന്ന വേർബുമാണ്. അത് ഓർമ്മയുണ്ടാവണം കേട്ടോ. അങ്ങനെ നമ്മൾ ഡിഡിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാക്കി, അതായത് പാസ്റ്റ് ടെൻസിൽ വരുന്ന സെൻറ്റൻസസ് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്ന്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡിഡ് ഉപയോഗിച്ച് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒരു ഉദാഹരണം നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതേ സെൻറ്റൻസ് എടുക്കാം. ഞാൻ ഇന്നലെ അനുവിനെ സന്ദർശിച്ചു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ വിസിറ്റഡ് അനു യെസ്റ്റർഡേ. അപ്പോൾ കണ്ടല്ലോ, ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഞാൻ സന്ദർശിച്ചു, ഒരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടല്ലോ, ഞാൻ ഡിഡ് എന്ന് ഉപയോഗിച്ചില്ല, ഐ വിസിറ്റഡ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വാചകത്തിന് പറ്റിയ എന്തെല്ലാം ചോദ്യങ്ങൾ നമുക്ക് മലയാളത്തിൽ ചോദിക്കാൻ പറ്റും? നിങ്ങൾ ഇന്നലെ അനുവിനെ സന്ദർശിച്ചോ എന്ന് ചോദിക്കാം അല്ലേ. നിങ്ങൾ ഇന്നലെ അനുവിനെ സന്ദർശിച്ചില്ലേ എന്നും ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് അനുവിനെ സന്ദർശിച്ചത് എന്നും ചോദ്യമാകാം. ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം എന്താണ്? നിങ്ങൾ ഇന്നലെ അനുവിനെ സന്ദർശിച്ചോ എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതെന്ന് നോക്കൂ. ഡിഡ് യു വിസിറ്റ് അനു യെസ്റ്റർഡേ? ആദ്യം തന്നെ ഞാൻ ഉപയോഗിച്ച വാക്ക് ഏതാണ്? ഡിഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നലെ അനുവിനെ സന്ദർശിച്ചോ? അതിനാദ്യം ഡിഡ് യു വിസിറ്റ് അനു യെസ്റ്റർഡേ. ഇവിടെയും ശ്രദ്ധിക്കണം, ഡിഡ് ആദ്യം വന്നതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വിസിറ്റഡ് എന്ന് എഴുതിയില്ല. ഉത്തരത്തിൽ വിസിറ്റഡ് ഉണ്ടായിരുന്നു, പക്ഷെ ചോദ്യത്തിൽ വിസിറ്റായി. കാരണം ഡിഡ് വന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ബേസ് ഫോമേ പാടുള്ളൂ വേർബിൻ്റെ. ഡിഡ് യു വിസിറ്റ് അനു യെസ്റ്റർഡേ? ഇനി എനിക്ക് ഇങ്ങനെയും ചോദിക്കാം ചോദ്യം, നിങ്ങൾ ഇന്നലെ അനുവിനെ സന്ദർശിച്ചില്ലേ എന്ന്. അപ്പോൾ അവിടെ എങ്ങനെ ചോദ്യം തുടങ്ങുക? ഡിഡിൻറ്റ് യു വിസിറ്റ് അനു യെസ്റ്റർഡേ? ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ആദ്യം നമ്മൾ ചോദിച്ചു ഡിഡ് യു വിസിറ്റ്, സന്ദർശിച്ചോ. അടുത്തതിൽ സന്ദർശിച്ചില്ലേ, അപ്പോൾ ഡിഡിൻറ്റ് യു വിസിറ്റ് അനു യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെയും ഡിഡിൻറ്റ് എന്ന് വന്നതുകൊണ്ട് ഞാൻ വിസിറ്റഡ് എന്ന് എഴുതിയിട്ടില്ല കേട്ടോ. ഡിഡിൻറ്റ് യു വിസിറ്റ് അനു യെസ്റ്റർഡേ?
ഇപ്പം നമ്മൾ ഈ കണ്ടത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം കിട്ടുന്ന തരം ചോദ്യം. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കേണ്ടത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് എപ്പോഴാണ് നിങ്ങൾ അനുവിനെ കണ്ടത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ എപ്പോൾ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് വെൻ എന്നാണ്. അപ്പോൾ ആ വെൻ എന്ന വാക്ക് ഞാൻ എവിടെയാണ് ചേർക്കുക? ഇപ്പോൾ ഈ കണ്ട ചോദ്യമില്ലേ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതിൻ്റെ നേരെ മുൻപിൽ വെൻ ചേർത്താൽ മതി. അപ്പോൾ എന്താവും ചോദ്യം? വെൻ ഡിഡ് യു വിസിറ്റ് അനു? ഇനി യെസ്റ്റർഡേ എന്ന് പറയരുത് കേട്ടോ, അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണം. വെൻ ഡിഡ് യു വിസിറ്റ് അനു? ഐ വിസിറ്റഡ് അനു യെസ്റ്റർഡേ എന്ന് ഉത്തരം കിട്ടും. ഇന്നലെയാണ് ഞാൻ അനുവിനെ സന്ദർശിച്ചത്. അപ്പോൾ ഈ വെൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ ചോദ്യത്തിന് നമുക്ക് വിളിക്കാവുന്നൊരു പേര് WH ക്വസ്റ്റ്യൻ എന്നാണ്. അങ്ങനെ പറയാൻ കാര്യമുണ്ട്. ഈ വെൻ എന്ന് പറഞ്ഞ വാക്ക് WH എന്നീ 2 അക്ഷരങ്ങളിലല്ലേ തുടങ്ങിയത്. അപ്പം അങ്ങനെ വരുന്ന വാക്കുകൾ ഹൂ, വാട്ട്, വെയർ, വൈ, ഇതിനെല്ലാം നമ്മൾ WH വാക്കുകൾ, WH വേർഡ്സ് എന്ന് പറയും. ആ വാക്കുകൾ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി. ഡിഡ് ഉപയോഗിച്ച് നമുക്ക് യെസ് ഓർ നോ ചോദ്യവും ചോദിക്കാം, WH എന്ന് തുടങ്ങുന്ന ചോദ്യവും ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ ഫുട്ബോൾ കളിച്ചു. അവനെന്താ പറയുക? ഹീ പ്ലേഡ് ഫുട്ബോൾ. അപ്പോൾ അവൻ ഫുട്ബോൾ കളിച്ചില്ല എന്നായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാൽ ഹി ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ. അതറിയാലോ അല്ലേ? ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അവൻ ഫുട്ബോൾ കളിച്ചോ? എന്താ ചോദിക്കുക? ഡിഡ് ഹീ പ്ലേ ഫുട്ബോൾ? കണ്ടോ, ഡിഡ് ഹീ കഴിഞ്ഞിട്ട് പ്ലേഡ് അല്ല പ്ലേ. ഡിഡ് ഹീ പ്ലേ ഫുട്ബോൾ? ഇനി എനിക്ക് ചോദിക്കേണ്ടത് അവൻ ഫുട്ബോൾ കളിച്ചില്ലേ എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചോദിക്കുക? ഡിഡൻറ്റ് ഹീ പ്ലേ ഫുട്ബോൾ? ഡിഡൻറ്റ് ഹീ പ്ലേ ഫുട്ബോൾ? ഇനി എനിക്ക് ചോദിക്കേണ്ടത് അവൻ എന്താണ് കളിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്താ കളിച്ചത്? ഫുട്ബോൾ. അതാണ് ഉത്തരം. അപ്പോൾ എന്താണ്, എന്ത് എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാവുന്ന വാക്ക് വാട്ട് ആണ്. ആ വാക്ക് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യന് മുൻപ് ചേർത്താൽ മതി. അപ്പോൾ എങ്ങനെയാവും ചോദ്യം? വാട്ട് ഡിഡ് ഹീ പ്ലേ? അവൻ എന്താ കളിച്ചത്? ഹീ പ്ലേഡ് ഫുട്ബോൾ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ പോവുക എന്നുള്ളതിന് ഗോ ആണ്. പോയി എന്ന് പറയാൻ വെൻറ്റ് എന്ന് പറയണം. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാവും വി വെൻറ്റ് ഹോം. വി വെൻറ്റ് ടു ഹോം എന്ന് പറയില്ല കേട്ടോ, വി വെൻറ്റ് ഹോം. ഇനി ഇങ്ങനെ പറയാനായിരുന്നെങ്കിലോ, ഞങ്ങൾ വീട്ടിൽ പോയില്ല. അപ്പോൾ എന്ത് പറയും? വി ഡിഡ് നോട്ട് ഗോ ഹോം, അല്ലെങ്കിൽ വി ഡിഡിൻറ്റ് ഗോ ഹോം. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ വീട്ടിൽ പോയോ? അപ്പോൾ എന്താ ചോദിക്കുക? ഡിഡ് യു ഗോ ഹോം? കണ്ടോ, ഡിഡ് യു ഗോ ഹോം. ഇനി ഇങ്ങനെയാണെങ്കിലോ, നിങ്ങൾ വീട്ടിൽ പോയില്ലേ? എന്ത് ചോദിക്കും? ഡിഡിൻറ്റ് യു ഗോ ഹോം? ഡിഡിൻറ്റ് യു ഗോ ഹോം. ഇനി ഇങ്ങനെയാണെങ്കിലോ, നിങ്ങൾ എവിടെയാണ് പോയത്? അപ്പോൾ എനിക്ക് ഹോം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വേണ്ടത് കേട്ടോ. എവിടെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വേർ എന്നാണ് ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താവും? വേർ ഡിഡ് യു ഗോ? വേർ ഡിഡ് യു ഗോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. റീറ്റ ബാഗുകൾ ഒരുക്കി, അതായത് പാക്ക് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? റീറ്റ പാക്ഡ് ദ ബാഗ്സ്. അപ്പോൾ റീറ്റ ബാഗുകൾ പാക്ക് ചെയ്തില്ല എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ? റീറ്റ ഡിഡിൻറ്റ് പാക്ക് ദ ബാഗ്സ്. ഡിഡിൻറ്റ് കഴിഞ്ഞിട്ട് പാക്ക് കേട്ടോ, ഇല്ല. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. റീറ്റ ബാഗുകൾ പാക്ക് ചെയ്തോ? എന്താ ചോദിക്കുക? ഡിഡ് റീറ്റ പാക്ക് ദ ബാഗ്സ്? റീറ്റ ബാഗുകൾ പാക്ക് ചെയ്തില്ലേ? അതെന്ത് ചോദിക്കും? ഡിഡിൻറ്റ് റീറ്റ പാക്ക് ദ ബാഗ്സ്? ഇനി എനിക്ക് ചോദിക്കേണ്ടത് ആരാണ് ബാഗുകൾ പാക്ക് ചെയ്തതെന്നാണ്. അപ്പോൾ ആര്, അവിടെ എനിക്ക് റീറ്റ എന്നുള്ളതാണ് ഉത്തരമായിട്ട് കിട്ടുക. ഈ ആര് എന്നുള്ളതിന് ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക? ഹൂ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക? ഹൂ പാക്ഡ് ദ ബാഗ്സ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഹൂ വെച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ നമ്മൾ ഡിഡ് ഉപയോഗിക്കേണ്ടതില്ല. ആ വേർബിൻ്റെ പാസ്റ്റ് ഫോം തന്നെ അങ്ങോട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൂ പാക്ഡ് ദ ബാഗ്സ് എന്ന്. ഹൂ ഡിഡ് പാക്ക് എന്നല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ഇതിനു മുമ്പത്തെ ലെസണിലും ഇതേ കാര്യം കണ്ടിരുന്നു. ഹൂ വെച്ചാണ് ചോദ്യം തുടങ്ങുന്നതെങ്കിൽ പിന്നെ ഡു ഡസ് ഒന്നും നമ്മളന്ന് ഉപയോഗിച്ചിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഡിഡും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൂ പാക്ഡ് ദ ബാഗ്സ്. അങ്ങനെ നമ്മൾ ഡിഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ വരുന്ന ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാനും അതിന് പറ്റിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുമാണെന്നല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, സാധാരണ നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് വരുമ്പോൾ, പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ അവിടെ ഡിഡ് ഉപയോഗിക്കാറില്ല. അവിടെ നമ്മൾ നേരെ വേർബ് പാസ്റ്റ് ടെൻസിലാക്കി അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി അല്ലേ. പക്ഷേ ചിലപ്പോഴൊക്കെ
നമ്മൾ ഈ പോസിറ്റീവ് സെൻറ്റൻസസിൻ്റെ കാര്യത്തിലും ഡിഡ് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച സിമിയെ കണ്ടുമുട്ടി. അപ്പോൾ കണ്ടുമുട്ടുക എന്നുള്ളതിന് മീറ്റ് എന്നാണ് പറയുക. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് പറയേണ്ടത്. അപ്പോൾ അത് മെറ്റ് ആണ്. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഐ മെറ്റ് സിമി ലാസ്റ്റ് വീക്ക്. അവിടെ ഞാൻ ഡിഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഐ മെറ്റ് സിമി ലാസ്റ്റ് വീക്ക്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കൂ കേട്ടോ. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, നീ ശരിക്കും സിമിയെ കണ്ടോ? അപ്പോൾ അവിടെ എനിക്ക് ഉറപ്പിച്ച് പറയണം, ഞാൻ സിമിയെ കാണുക തന്നെ ചെയ്തു എന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പറയും ഐ ഡിഡ് മീറ്റ് സിമി ലാസ്റ്റ് വീക്ക്. കണ്ടോ, അവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് നോക്കൂ. ഐ മെറ്റ് സിമി എന്നുള്ളത് മാറ്റി ഐ ഡിഡ് മീറ്റ് സിമി എന്നാക്കി. അവിടെയും ശ്രദ്ധിക്കണം, ആ ഡിഡ് കഴിഞ്ഞിട്ട് ഞാൻ ബേസ് ഫോമാണ് ഉപയോഗിച്ചത്. ഐ ഡിഡ് മെറ്റ് അല്ല, ഐ ഡിഡ് മീറ്റ് സിമി ലാസ്റ്റ് വീക്ക്. ഇനി ഒരെണ്ണം കൊണ്ട് നോക്കാം. ഞാൻ ഇന്നലെ ഡോക്ടറുടെ അടുത്ത് പോയി. എന്താ ഇംഗ്ലീഷിൽ പറയുക? ഐ വെൻറ്റ് ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. പോയി, ഐ വെൻറ്റ് ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. ഇനി ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും ഡോക്ടറുടെ അടുത്ത് പോയോ? ഞാൻ എന്താ പറയുക? ഞാൻ ഡോക്ടറുടെ അടുത്ത് പോവുക തന്നെ ചെയ്തു. പോയി എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് പറയും? ഐ ഡിഡ് ഗോ ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. കണ്ടോ, ഐ വെൻറ്റ് എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഉറപ്പിച്ച് പറയാൻ ഐ ഡിഡ് ഗോ ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. അവിടെയും ശ്രദ്ധിക്കണം, ഡിഡ് കഴിഞ്ഞിട്ട് ഞാൻ ബേസ് ഫോം ഉപയോഗിച്ചു, ഗോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള പോസിറ്റീവ് സെൻറ്റൻസസിലും ഡിഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡിഡ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പേരുണ്ട്. നമ്മളതിനെ എംഫാറ്റിക് ഡിഡ് എന്നാണ് പറയുക. ഈ പേര് ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ഒട്ടും പ്രധാനപ്പെട്ട കാര്യമല്ല കേട്ടോ. പക്ഷേ ഇനി അത് അറിയണം എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എംഫാറ്റിക് ഡിഡ് എന്നാണ് പറയുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ഡിഡിൻ്റെ ഉപയോഗങ്ങളെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ എനിക്ക് ഈ സെൻറ്റൻസാണ് പറയേണ്ടത്. മിയ ഒരു വീട് വാങ്ങി. അപ്പോൾ വാങ്ങുക എന്നുള്ളതിന് ബൈ എന്നാണ് പറയുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബോട്ട് ആണ്. അത് ഓർക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക? മിയ ബോട്ട് എ ഹൗസ്. ഇനി എനിക്ക് പറയേണ്ടത് മിയ വീട് വാങ്ങിയില്ല എന്നാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ പറയും? മിയ ഡിഡിൻറ്റ് ബൈ എ ഹൗസ്. വ്യത്യാസം കണ്ടല്ലോ. ആദ്യം മിയ ബോട്ട് എന്ന് പറഞ്ഞു, അവിടെ ഡിഡ് വേണ്ട. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് വാങ്ങിയില്ല എന്നാണ്. അപ്പോൾ മിയ ഡിഡ് നോട്ട് ബൈ എ ഹൗസ്. മിയ ഡിഡിൻറ്റ് ബൈ എ ഹൗസ് എന്നായി. ഇനി ചോദ്യങ്ങൾ. മിയ വീട് വാങ്ങിയോ? എന്താ ചോദിക്കുക? ഡിഡ് മിയ ബൈ എ ഹൗസ്? ഡിഡ് മിയ ബൈ എ ഹൗസ്? അടുത്ത ചോദ്യം, മിയ വീട് വാങ്ങിയില്ലേ? എന്ത് ചോദിക്കും? നിങ്ങൾ പറയണം. ഡിഡിൻറ്റ് മിയ ബൈ എ ഹൗസ്? കണ്ടോ, അവിടെ ഡിഡിൻറ്റ് ആയി. ഡിഡിൻറ്റ് മിയ ബൈ എ ഹൗസ്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി നമ്മളൊരു WH ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ചോദ്യം ഇതാണ്, എന്താണ് മിയ വാങ്ങിയത്? എന്താണ്? വാട്ട്. വാട്ട് ഡിഡ് മിയ ബൈ? വാട്ട് ഡിഡ് മിയ ബൈ? ഇനി എനിക്ക് അതൊന്ന് എംഫസൈസ് ചെയ്ത് പറയണം, ഒന്ന് ഊന്നി പറയണം. മിയ വീട് വാങ്ങുക തന്നെ ചെയ്തു. നമ്മൾ അവസാനം പഠിച്ചതാണ്. എന്താ പറയുക? മിയ ഡിഡ് ബൈ എ ഹൗസ്. മിയ ഡിഡ് ബൈ എ ഹൗസ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം കണ്ടല്ലോ. ആദ്യത്തെ ആ ഒരു സെൻറ്റൻസിൽ മാത്രം ഞാൻ മിയ ബോട്ട് എന്ന് പറഞ്ഞു. ബാക്കി എല്ലാത്തിലും ഡിഡ് കഴിഞ്ഞിട്ട് ബേസ് ഫോം ബൈ ഉപയോഗിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് കേട്ടോ. ആദ്യത്തേത് ഒരു വാചകമാണ്, രണ്ടാമത്തേത് ഒരു ചോദ്യമാണ്. ഇത് ഞാൻ മലയാളത്തിൽ തരുന്നത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കി കോമൻറ്റ് സെക്ഷനിൽ എഴുതിയിടണം കേട്ടോ. ആദ്യത്തേത് ഇതാണ്, അവൾ മുറി വൃത്തിയാക്കി. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വൃത്തിയാക്കുക എന്നുള്ളതിന് നമുക്ക് ക്ലീൻ എന്നുള്ള വേർബ് ഉപയോഗിക്കാം കേട്ടോ. CLEAN, ക്ലീൻ. രണ്ടാമത്തത്, നിങ്ങൾ എന്താണ് വായിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും പറയാണ്. വായിക്കുക എന്നുള്ളതിന് റീഡ് എന്നാണ് പറയുക, അറിയാലോ, READ. അപ്പോൾ ആദ്യത്തെ ഈ സെൻറ്റൻസും രണ്ടാമത്തെ ക്വസ്റ്റ്യനും രണ്ടും കോമൻറ്റ് സെക്ഷനിൽ എഴുതിയിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി നമുക്ക് അടുത്തതിൽ കാണാം കേട്ടോ. ബൈ.